സഹൃദയന്മാരും താഴെ നിന്നു നിന്ദിച്ചു കൊണ്ടാനന്ദിക്കുന്നു. മാതാവും യോഹന്നാനും മഗ്ദലേനായോടു ചേർന്നു നിൽക്കും. ക്രൂശിൻ താഴെ പോയി നിൽക്കാം. തന്റെ രക്തം വീണു നാമും നിർമ്മലരാകും. 12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചു കുമ്പിട്ട് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയെ വിശ്വസിച്ചാൽ അങ്ങ് ലോകത്തെ വീണ്ടുരക്ഷിച്ചു. ഞങ്ങൾക്കു വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച ദിവ്യരക്ഷക, 3 മണിക്കൂർ നേരം കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്കു വേണ്ടി അങ്ങ് സഹിച്ച അവർണ്ണനീയങ്ങളായ പീഡകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്കു വേണ്ടി സ്വർഗപിതാവിനോട് പ്രാർത്ഥിക്കുകയും അവിടുത്തെ തൃക്കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ശത്രുക്കളോട് ക്ഷമിക്കുന്നതിനും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിക്കൊണ്ട് ഏതൊരുവിധ മരണവും ഏത് സമയത്തും കൈവരിക്കുന്നതിനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അവസാനം അങ്ങയെ മുഖാഭിമുഖം കണ്ട് ആനന്ദിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, അങ്ങേ തിരുക്കുമാരന്റെ തിരുമുഖങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പതിമൂന്നാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതശരീരം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചു കുമ്പിട്ട് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയെ വിശ്വസിച്ചാൽ അങ്ങ് ലോകത്തെ വീണ്ടുരക്ഷിച്ചു. ഏറ്റവും വ്യാകുലയായ മാതാവേ, അങ്ങേ വത്സലപുത്രന്റെ മൃതശരീരം മടിയിൽ കിടത്തിയപ്പോൾ അങ്ങയുടെ ഹൃദയം വ്യാകുലവാളാൽ പിളർന്നുപോയല്ലോ. ഗാഗുൽത്തായിലെ ബലിവേദിയിൽ ദുസ്സഹമായ വേദന അനുഭവിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ മാതാവായി തീർന്ന അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. പീഡിതരുടെ ആശ്വാസമായ അങ്ങയെ
ഞങ്ങൾക്ക് മാതാവായി തന്ന മിശിഹായെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമാതൃത്വം സ്വീകരിച്ച സമയം മുതൽ അവാച്യമായ വേദനകൾ അനുഭവിച്ചുകൊണ്ട് മനുഷ്യരക്ഷാകർമ്മത്തിൽ തൻ്റെ തിരുക്കുമാരനോട് സജീവമായി സഹകരിച്ച മാതാവേ, അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ പീഡകളെ ദൈവ തിരുമനസ്സിന് അനുയോജ്യമായ വിധം സഹിച്ചുകൊണ്ട് എല്ലായിടത്തും അങ്ങേ തിരുക്കുമാരന് സാക്ഷ്യം വഹിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, അങ്ങേ തിരുക്കുമാരന്റെ തിരുമുറിവുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.